കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ വഴി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, തേൻമൊഴിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഒരു അവധി ദിവസത്തിൽ, ഏറ്റവും മനോഹരമായൊരു അവധി ദിവസത്തിൽ എല്ലാവരും സന്തോഷത്തിലാണെന്ന് തോന്നുന്നുണ്ട്. ഇന്ന് ഒരു കഥ പറയാം. നമ്മൾ ഞായറാഴ്ച ദിവസം പുറത്തു പോകാറുണ്ട്, ഭക്ഷണം വാങ്ങി കഴിക്കാറുണ്ട്, പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാറുണ്ട്. വീട്ടിലേക്ക് പുറത്തുനിന്നുള്ള വളരെ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ കൊണ്ടുവരാറുണ്ട്. അതെല്ലാം വളരെ ഇഷ്ടത്തോടെ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ? എന്നാൽ ഒരു താബിഈ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നറിയോ? അലിയു ബിൻ ഹുസൈൻ റഹിമഹുല്ല. അദ്ദേഹം മാതാപിതാക്കളെ വളരെ ആദരിക്കുകയും സ്നേഹിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. എന്നാൽ ഇദ്ദേഹം മാതാപിതാക്കൾക്ക് വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്യും. അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കും. അന്ന് ആ നാട്ടിൽ വീട്ടിലെ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കാറ്. ഇദ്ദേഹം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മ കഴിക്കാനിരുന്നാൽ ഇദ്ദേഹം ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു. ആളുകളെല്ലാവരും ചോദിക്കുന്നു, അലിയു ബിൻ ഹുസൈൻ റഹിമഹുല്ല മാതാപിതാക്കളെ നന്നായി സ്നേഹിക്കുന്നുണ്ട്, മാതാപിതാക്കളെ നന്നായി ആദരിക്കുന്നുണ്ട്, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ കാണിക്കുന്നത്? അദ്ദേഹത്തോട് അടുത്ത് വന്ന് കാര്യങ്ങൾ തിരക്കി. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ഉമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഉമ്മ കഴിക്കാൻ ആഗ്രഹിച്ചത് ഞാൻ എടുത്തു കഴിച്ചാൽ അത് ഉമ്മാക്ക് വിഷമമാകുമോ എന്നും അദ്ദേഹം പേടിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. നോക്കൂ കൂട്ടുകാരെ, നമ്മൾ ഉമ്മാനോടൊപ്പം വാപ്പാനോടൊപ്പം ഒക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആദ്യം നമ്മളാണ് കഴിക്കാറല്ലേ? നമ്മൾ കഴിക്കണം. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഉമ്മയും വാപ്പയും അത് കഴിക്കുന്നുണ്ടോ? അവർക്കതൊക്കെ ലഭിക്കുന്നുണ്ടോ? ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ലഭിക്കുന്നുണ്ടോ എന്നൊക്കെ കൂടി ചിന്തിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? മക്കളെന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യതയാണ്. ഉമ്മച്ചിയെ കഴിച്ചോ, ഉമ്മച്ചി നിങ്ങൾ വെള്ളം കുടിച്ചോ, നിങ്ങൾക്ക് ആ ജ്യൂസ് ഇഷ്ടമാണോ, നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ എന്നൊക്കെ നമ്മൾ കൂടി ചോദിച്ചാൽ നമ്മുടെ ഉമ്മാനും വാപ്പനും നമുക്കും സന്തോഷിപ്പിക്കാൻ വേണ്ടി പറ്റും. ഉമ്മച്ചിയും വാപ്പച്ചിയും സന്തോഷിപ്പിച്ചാൽ എന്താ കിട്ടുക? സ്വർഗം കിട്ടും. ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഉമ്മയുടെ തൃപ്തി ഉണ്ടെങ്കിൽ ആ മക്കൾക്ക് എന്ത് കിട്ടും? അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടും, സ്വർഗം കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഉമ്മച്ചിയും വാപ്പച്ചിയും തൃപ്തിപ്പെടുത്താം, അവരെ കാര്യങ്ങൾ അന്വേഷിക്കാം, നല്ല കുട്ടികളായി മുന്നോട്ട് പോകാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൂട്ടുകാരെ കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ